ശമൂവേൽ രണ്ടാം പുസ്തകം അദ്ധ്യായം 19. രാജാവ് അബ്ശാലോമിനെ ഓർത്ത് ദുഃഖിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തൻ്റെ മകനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടപ്പോൾ അന്നത്തെ വിജയം ജനത്തിനെല്ലാം ദുഃഖമായി മാറി. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ചു ഒളിച്ചു വരുന്നത് പോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എൻ്റെ മകനെ അബ്ശാലോമേ, അബ്ശാലോമേ, എൻ്റെ മകനെ എന്ന് ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് അങ്ങയുടെയും അങ്ങയുടെ പുത്രിപുത്രന്മാരുടെയും അങ്ങയുടെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ എതിർക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് വെറുക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും അങ്ങേക്കേതുമില്ല എന്ന് അങ്ങ് ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അങ്ങേക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് അങ്ങയുടെ ഭൃത്യന്മാരോട് സന്തോഷപൂർവ്വം സംസാരിക്കുക. അങ്ങ് പുറത്തു വരാത്ത പക്ഷം കർത്താവാണ്. ഈ രാത്രി ആരും അങ്ങയുടെ കൂടെ താമസിക്കയില്ല. അത് അങ്ങയുടെ ബാല്യം മുതൽ ഇതുവരെ ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ഇരുന്നു. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നു എന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിൻ്റെ മുമ്പിൽ വന്നു. ഇസ്രായേല്യർ അവരുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമെല്ലാം തമ്മിൽ പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അദ്ദേഹം നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ യുദ്ധത്തിൽ മരിച്ചുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ മൗനമായിരിക്കുന്നതെന്തെന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് സാദോക്ക്, അബ്യാഥാർ എന്നീ പുരോഹിതരോട് പറഞ്ഞു, നിങ്ങൾ യഹൂദാ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അലസന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിൻ്റെയും സംസാരം അവൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ അലസരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ അമാസയോട്, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോവാബിൻ്റെ സ്ഥാനത്തെപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവിൻ. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം മുഴുവൻ ആകർഷിച്ചു. ആകയാൽ അവർ
അങ്ങയും അങ്ങയുടെ സകല ഭൃത്യന്മാരും മടങ്ങി വരണമേ എന്ന് രാജസന്നിധിയിൽ അറിയിച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കലെത്തി രാജാവിനെതിരേറ്റു. യോർദാൻ കടത്തിക്കൊണ്ടുപോരുവാൻ യഹൂദ്യർ ഗിൽഗാലിൽ ചെന്നു. ബെഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ശിമെയിയും യഹൂദ്യരോടുകൂടി ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ചെന്നു. അവനോടുകൂടി 1000 ബെന്യാമീന്യരും ശൗലിന്റെ ഗൃഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാണെ യോർദാൻ കടന്നു ചെന്നു. രാജാവിൻ്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിൻ്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എൻ്റെ യജമാനൻ എൻ്റെ കുറ്റം എന്നോട് ഓർക്കരുതേ. യജമാനനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് അറിയുന്നു. അതുകൊണ്ട് ഇതാ യജമാനനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിൻ്റെ സകല ഗൃഹത്തിലും വച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ സെരൂയായുടെ മകനായ അബീശായി കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമെയി അതു നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എന്നെ തെറ്റിക്കുന്നവർ ആകുന്നതെന്ത്? ഇന്ന് ഞാൻ ഇസ്രായേലിന് രാജാവെന്ന് നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ശിമെയിയോട് നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യം ചെയ്തു. ശൗലിൻ്റെ മകനായ മെഫീബോശേത്തും രാജാവിനെതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തൻ്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ചെയ്യുകയോ വസ്ത്രം അലക്കിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോട് കൂടെ വരാതെ ഇരുന്നതെന്തെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനനായ രാജാവേ, എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിന് തയ്യാറാകണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനനായ രാജാവിനോട് അടിയനെ കുറിച്ച് നുണയം പറഞ്ഞു. എങ്കിലും യജമാനനായ രാജാവ് ദൈവദൂത സമനാകുന്നു. തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനനായ രാജാവിൻ്റെ മുമ്പാകെ അടിയൻ്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയിങ്കൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കി. രാജാവിനോട് ഉത്തരം പറയുവാൻ അടിയന് ഇനി എന്തവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സിബയും നിലം പകുത്തെടുത്തുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശേത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ
യജമാനനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായിയും രോഗേലീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാനക്കരെ കടത്തി യാത്രയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനായിമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടി വരിക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുത്ത് പാർപ്പിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാൻ രാജാവിനോടുകൂടി യെരൂശലേമിൽ വരുന്നതെന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കും ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ചീത്തയും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ സ്വാദ് അടിയന് അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരികളുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നതെന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ പോയിക്കൊള്ളട്ടെ. എന്നാൽ അങ്ങയുടെ ദാസനായ ബെംഹാം ഇതാ, അവൻ യജമാനനായ രാജാവിൻ്റെ കൂടെ പോരട്ടെ. അങ്ങേക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, ബെംഹാം എന്നോടുകൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്തു അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. ബെംഹാമും അവനോടുകൂടെ പോയി. യഹൂദാ ജനമെല്ലാം ഇസ്രായേൽ ജനത്തിൽ പകുതിയും രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ എല്ലാം രാജാവിൻ്റെ അടുക്കൽ വന്നു. രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദാ പുരുഷന്മാർ രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും ദാവീദിൻ്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യഹൂദാ പുരുഷന്മാർ ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നതെന്തിന്? ഞങ്ങൾ രാജാവിൻ്റെ വക വല്ലതും തിന്നുവോ? അദ്ദേഹം ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് ചോദിച്ചു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദാ പുരുഷന്മാരോട്, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. ദാവീദിൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശവും ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചതെന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം ആവശ്യപ്പെട്ടത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹൂദാ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം ഭീകരമായിരുന്നു.
ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.